ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴയകാല സ്നാക്കായിട്ടാണ്. പക്ഷേങ്കിൽ അത് ഇപ്പോഴും ഒരു ട്രെൻഡിങ് സ്നാക്കാണ്. ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ സൽക്കാരത്തിനൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്റ്റാർ ആയിട്ടാണിത്. ഇതിൻ്റെ അകത്തെ ഫില്ലിങ്ങും പുറത്തെ കോട്ടിങ്ങും രണ്ടും ഒരുപോലെ ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയാണ് പുറത്ത്, അകത്ത് നല്ല സോഫ്റ്റുള്ള മസാലയാണ്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ റെസിപ്പിയിലോട്ടേക്ക് പോയാലോ. അപ്പം നമ്മുടെ ചിക്കൻ ബങ്കിയുടെ റെസിപ്പി നോക്കാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ചിക്കനെ വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിലോട്ടാണ് ചിക്കൻ ഇട്ടിരിക്കുന്നത്. ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഞാനിപ്പം ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിനിടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്, അതും കൂടി കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണേ. ചിക്കൻ ഇപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇതവിടെ മാറ്റി വെക്ക്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കടായി ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. അത് ചോപ്പ് ചെയ്ത ഉള്ളിയാണേ. ഇതിന് 1 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഏത് മസാലയും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റുന്നതാണ് നല്ലത്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 20 സെക്കൻഡൊക്കെ വഴറ്റിയാൽ മതി കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് 2 പച്ചമുളക് അരിഞ്ഞതാണ് ഇടുന്നത്. ഇതിലെല്ലാ ഐറ്റംസും ഞാൻ ചോപ്പ് ചെയ്തിട്ടാണ് ഇടുന്നുള്ളൂ ഈ മസാലയ്ക്ക്. ഇനി ഇത് ഒരു 10-15 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലിട്ട് വെക്കും ചോപ്പ് ചെയ്ത് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അധികം ആഡ് ചെയ്താലും ടേസ്റ്റ് കൂടിയുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റണേ. ഇനി ഇതിനേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്കുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി മസാലകളോടൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ വഴന്ന് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയും ചിക്കനൊക്കെ നല്ലപോലെ പിടിക്കണേ. ഈ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി ഇത് റോസ്റ്റ് ചെയ്യണേ. അവസാനം നമുക്ക് ഇത്തിരി മല്ലിയിൽ കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മസാല ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും ചെറുങ്ങനെ അരിയണം. കാരണം വലിയ കഷ്ണങ്ങളൊന്നും മസാലയിൽ കാണാൻ പാടില്ല. അത്രയേ ഉള്ളൂ. വലിയ പീസാകുമ്പോൾ ഇത് ബങ്കിയിൽ ഫില്ല് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡോ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. ഇനി മാവിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റാണ് നെയ്യ്. ഞാനിവിടെ 6 kg നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഈ നെയ്യിൻ്റെ ടേസ്റ്റ് ഈ മാവിൽ മുന്നിട്ട് നിൽക്കണം. ഇതാദ്യം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യും ഉപ്പെല്ലാം എല്ലായിടത്തും എത്തേണ്ടിയിട്ടാണേ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് മാവാക്കണേ. ഇതുപോലെയാണ് വേണ്ടത്. ഈ ചപ്പാത്തി മാവിനെക്കാട്ടും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ബങ്കി പ്രിപ്പയർ ചെയ്യാം. അത് പരത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചപ്പാത്തി പലകയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചപ്പാത്തി പരത്തുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം.
ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് മെല്ലെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി ഈ മടക്കി വെച്ചതിൻ്റെ മുകളിലും നെയ്യ് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യണേ. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി മടക്കി കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യണേ. കാരണം പതുക്കെ എന്ന് പറയാൻ കാരണം ഉള്ളിൽ നെയ്യുള്ളതുകൊണ്ട് അത് പുറത്തോട്ടേക്ക് വരും. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 2 പോർഷനേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് 3 പോർഷൻ കിട്ടുകയാണെങ്കിൽ 3 പോർഷനായിട്ട് കട്ട് ചെയ്തോ. പക്ഷേ ഈ ഒരു ഷേപ്പിലായിരിക്കണേ കട്ട് ചെയ്യേണ്ടത്. ഇനി ഇതിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് നമുക്കിതിനൊന്ന് പരത്തിയെടുക്കണം. ഇത് പരത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പരത്തണേ. കാരണം അമർത്തി പ്രസ് ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗീ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ പ്രസ് ചെയ്താൽ ഗീ പുറത്തോക്കി വരും. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും പരത്താൻ. ഇതുപോലെ നീളത്തിൽ തന്നെ പരത്തണേ. എന്നാലേ നമുക്ക് ആ ഭംഗിയുടെ ഷേപ്പ് കിട്ടുള്ളൂ. നമ്മൾ ഗീ 2-3 ലെയറിൽ അപ്ലൈ ചെയ്തില്ലേ, അപ്പം ഈ ഒരു മാവിന് വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെയാണ് വേണ്ടത്. എത്ര കനം കുറച്ച് പരത്താൻ പറ്റും അത്രയും കനം കുറച്ച് പരത്തണേ. കനം കുറച്ച് പരത്തിയാലേ നമുക്ക് ആ കറക്റ്റ് ക്രിസ്മസ് കിട്ടുള്ളൂ. ഇനി നമുക്ക് മസാല വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ആ നീളം കൂടി വശത്ത് വെക്കണേ. മസാല ഓവറായിട്ട് വെക്കണ്ട. ഒരു സ്പൂൺ മസാലയൊക്കെ മതി കേട്ടോ. എന്നിട്ട് മസാല ഒന്ന് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ സൈഡൊക്കെ പ്രസ് ചെയ്യണം. മസാല പുറത്തേക്ക് വരാൻ പാടില്ലേ. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ നെയ്യ് ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതിൻ്റെ 2 സൈഡ് നല്ലപോലെ ക്ലോസ് ആയിക്കൊന്ന് നോക്കണേ. ഇല്ലേ മസാല പുറത്തേക്ക് വരും. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ ഭംഗിയും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. എണ്ണയൊന്നും ഒഴിക്കണ്ടേ, വെറും പാനിലിടണേ. 2 സൈഡും ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. കുക്കൊന്നും ആവണ്ടേ. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പിനെസ് കൂടും. അതുകൊണ്ടാണ്. ഇനി ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ഒരു 30 സെക്കൻഡ് ഒന്ന് വാട്ടിയെടുക്കാം. 2 സൈഡും നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെയാണ് വേണ്ടത്. ഇങ്ങനെ വാട്ടുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭംഗിയുടെ പെർഫെക്റ്റ് ക്രിസ്പിനെസ് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് ഒരു 1 to 2 വീക്സ് വരെയൊക്കെ വെക്കാം. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഫ്രൈ ചെയ്താലും മതി. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് വാട്ടി വെച്ച ഭംഗികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2 സൈഡും നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡ് ഇടയ്ക്കിടെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണേ. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇങ്ങനെ ചെയ്യണം. ഇതിപ്പോൾ 2 സൈഡും നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഭംഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. ചാനൽ ഒന്ന് ഇഷ്ടമായാലും വീഡിയോ കണ്ടും ലൈക്ക് ചെയ്തും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.